ഹായ് ഗായ്സ്, ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 76 റിയാക്ഷൻ ആണ്. റിയാക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കമന്റ്സ് വായിക്കാം. ഈ വീക്ക് ആരാ എവിക്റ്റ് ആകുന്നത്? ശരത് ചേട്ട. നമുക്ക് നോക്കിയിട്ട് വരാം ആര് എവിക്റ്റ് ആവുന്നെന്ന്. ലെവലിൽ ഒരു വോട്ട് വെച്ചിട്ട് ഏറ്റവും കുറവ് വോട്ട് കിട്ടിയിട്ടുള്ളത് അപ്സരയ്ക്കാണ്. സോ അപ്സര ഈ വീക്ക് എന്തായാലും ഔട്ട് ആവും. പിന്നെ ഏറ്റവും കുറവ് വോട്ട് ഋഷിക്കും അൻസിബയ്ക്കുമാണ്. സോ രണ്ടാൾ പോവാണെങ്കിൽ ഈ 3 പേരിൽ 2 പേരായിരിക്കും പോകുന്നത്. ഇപ്പോൾ ബിഗ് ബോസ് റിവ്യൂസ് ചെയ്യുന്നവരിൽ ശരത് യുണീക്ക് ആൻഡ് വെരി എന്റർടൈനിങ്. താങ്ക് യു സോ മച്ച്. ഞാൻ പണ്ടും യുണീക്കും എന്റർടൈനിങ് ആയിരുന്നു. നമ്മുടെ നോക്കി കോപ്പി അടിച്ച് വേറെ ചിലർ തുടങ്ങിയതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സായിനെ കാണാൻ ചെയ്യാൻ വിക്രമിന്റെ പോലെ ഉണ്ട്. അപ്പൊ അറിഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ചെയ്യാൻ വിക്രമേ ചീഞ്ഞ വിക്രമായിരിക്കും. ഒരു വീഡിയോ കൊറിയോഗ്രാഫി ചെയ്താലും യുവർ സ്റ്റെപ്സ് ആർ മൈൻഡ് ബ്ലോയിങ്. അടുത്ത തവണ D4 ഡാൻസിൽ ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. വിന്നറാവും ഞാൻ. ശരത് ചേട്ടാ യു ആർ മൈ ക്രഷ്. ശരിക്കും ഓടൊന്നും എനിക്ക് നാണോ അങ്ങനെയൊന്നും പറയല്ലേ കേട്ടോ. യു ആർ സ്ലേയിങ് ഇറ്റ് ബ്രോ. ഒരു ഡാൻസ് ക്ലാസ് തുടങ്ങിക്കൂടെ? നല്ല ലാഭം കിട്ടും. പിന്നെ ഗേൾസിനെയും കാണാം. അങ്ങനെയൊക്കെ പറ്റുമോ? എന്നാ ഗേൾസ് ഓൺലി ഡാൻസ് ക്ലാസ് തുടങ്ങിയാലോ? ഏത് ഞാനും സബ് ചെയ്തത് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. ഐ തോട്ട് ഐ ഗോട്ട് മൈ മൈൻഡ് ബാക്ക്. അതെന്താന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ബട്ട് സമാധാനം സന്തോഷമൊക്കെ കിട്ടി. അത് സബ് ചെയ്തത് കൊണ്ടാവുംല്ലേ? പിന്നെ അല്ല, അതുകൊണ്ട് തന്നെ. ചേട്ടൻ ശ്രീധുവിനെ വിട്, ഇനി ജാസ്മിനെ നോക്ക്. ഒരു ചേഞ്ച് ആവട്ടെ. ശരിയാണ്, നമ്മുടെ ജാസ്മിന്റെ അഫ്സലില്ലേ, അഫ്സലല്ല അവരെ മറ്റേ എയർപോർട്ടിൽ കൊണ്ടുവന്ന് ആക്കിയതെന്ന് അഫ്സൽ പറഞ്ഞു. അപ്പൊ ജാസ്മിൻ ഫ്രീ ആണല്ലേ? നാളെ തൊട്ട് ജാസ്മിനെ നോക്കാം. ഇന്നത്തെ വീഡിയോ എടുത്തു കഴിഞ്ഞു. ഇവിടെ വേണ്ടടാ, ശ്രീധു അല്ലേ, ഞാൻ വീടില്ല, ഞാൻ അവളെ വിട്ട്. ചേട്ടനെ കാണാനും ജോക്സ് കാട്ടിക്കൂട്ടലും ഒക്കെ എന്റെ ലവറിനെ പോലെ ഉണ്ട്. ഞാനല്ലട്ടാ, വെറുതെ അപവാദം പറയരുത് കമന്റ് ബോക്സിൽ വന്നിട്ട്. ചേട്ടന്റെ അടുത്ത് എനിക്കൊരു ചെറിയ കൃഷി തോന്നി. കൃഷിയാ? എന്ത് കൃഷിയായിരിക്കും? ചേട്ടാ ശ്രീധുവിനെ അർജുൻ കൊണ്ടുപോയി. ഇനി ചേട്ടന് ശ്രീധുവിനെ നോക്കണ്ട, അതിന് പകരം എന്നെ നോക്കിക്കൂടെ? അശ്വതി അച്ചു റിയലി? എവിടെയാണ് നീ? അപ്പൊ ഇതൊക്കെയാണ് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ വായിച്ച കുറച്ച് കമന്റ്സ്. അപ്പൊ ഞാൻ സംസാരിച്ചധികം സമയം കളയുന്നില്ല. നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്ന ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. കാണാത്ത ഒരാളാണ്, പുതിയൊരാളാണെങ്കിൽ, നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ഒരാളാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. നിങ്ങൾ ഓരോ സബ്സ്ക്രൈബും നമുക്ക് കിട്ടുന്ന കൈഡിയാണ്. സംസാരിച്ചധികം സമയം കളയുന്നില്ല. നമുക്ക് ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 76 റിയാക്ട് ചെയ്തിട്ട് വരാം. ഷടാ, വന്ന് ഒരാൾക്കൊരു കൃത്യനിഷ്ഠയില്ലാണ്ടായി. എന്ന് ആരും വന്നിട്ടില്ലല്ലോ ഡാൻസ് കളിക്കാൻ. ഓ, ഈ 75-ാം ദിവസത്തിന്റെ ബോർഡ് വെക്കുന്നോണ്ട് മറ്റേ ഷീറ്റ് ഇട്ടേക്കായിരുന്നു. അതാണ് ആരും വരാതിരുന്നത്. മണിക്കൂടും കെട്ടി ആൺകിളി ആരൊഴിഞ്ഞേ കോളൊ കാറ്റൊഴിഞ്ഞേ കര കിടക്ക് ദിക്കിലെ തേന്മാവിൽ ഋഷി, നിനക്ക് എന്ത് പറ്റി മോനെ? നമ്പരച്ചിന്തിലെ തേൻ കുളി തുടിതാളം അൻസിബേ, എന്താ പെട്ടെന്ന് ഷോക്ക് അടിച്ചോ? തുടിതാളം മരക്കൊമ്പിലൊരു തൈ ആൺകിളി. അൻസിബ ലാസ്റ്റ് പോയി പോസ് ഒക്കെ 75-ന്റെ ഫ്രണ്ടില്. പക്ഷെ ക്യാമറ മോളിൽ നിന്ന് സൂം ചെയ്തേ, പോസ് കറക്റ്റ് കിട്ടിയില്ല. എനിക്ക് വയ്യാണ്ടായി. വയ്യാതായാ? വീക്ക് പ്ലേയേഴ്സിന് നിൽക്കാൻ പറ്റിയ സ്ഥലമല്ല. എന്നാ പൊക്കോ. ബോണസ് ജോഡി ടിക്കറ്റ് രാവിലെ തന്നെ ടാസ്ക് ആയിരുന്നു. വേറൊന്നുമല്ല, ബോണസ് ജോഡി. ടീമിൽ നിന്നും ഒരു വ്യക്തി മാത്രമായിരിക്കും മത്സരിക്കുക. ഒരു ടീമിൽ നിന്നും ഒരാൾക്ക് ഈ ടാസ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പല ചിത്രങ്ങൾ അടങ്ങിയ നിരവധി കാർഡുകൾ കമഴ്ത്തി വെച്ചിരിക്കുന്നത് കാണാം. ഓ, ഇത് നമ്മുടെ മറ്റേ ഗെയിം ഫോണിൽ കളിക്കില്ലേ? ആപ്പിളും ഓറഞ്ചും അങ്ങനെ സെയിം അടുപ്പിച്ച് ഓപ്പൺ ചെയ്യണം. അങ്ങനെ ഓപ്പൺ ചെയ്യുന്നവർ വിജയി. ഓരോരുത്തർ വന്ന് ഓപ്പൺ ചെയ്യുന്നു. ഇതാണെന്നാണ് വിശ്വാസം. ആദ്യം തന്നെ നമ്മുടെ നന്ദനയ്ക്ക് കിട്ടി. പിന്നെ നമ്മുടെ അപ്സരയ്ക്ക് കിട്ടി. ഇത് എങ്ക ഇരിക്കുന്നേ തെരിയലേ. പിന്നെ നമ്മുടെ ജാസ്മിന് കിട്ടി. ഓർമ്മശക്തിയും ഭാഗ്യമാണ് ഈ ഗെയിമിൽ ജയിക്കാൻ ഉള്ള പ്രധാന ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷെ ഇവർ ഈ ഗെയിം കണ്ടക്ട് ചെയ്തത് അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നെങ്കിലും കണ്ടിരുന്ന നമുക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം അത് അത്രയ്ക്ക് കൺവേയിങ് ആയിരുന്നില്ല. ക്യാമറ ആംഗിൾ മോളിൽ നിന്ന് വെച്ച് ആ ഇമേജസ് ഒക്കെ കാണിച്ചിരുന്നെങ്കിൽ ഇത്രയും കൂടി രസമായിട്ട് തോന്നുമായിരുന്നു. പക്ഷെ ഇത് ആ ഒരു കളിയുടെ ഒരു രസം നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ടാസ്ക് അധികം നേരം ഒരു എപ്പിസോഡിൽ കാണിച്ചില്ല, പെട്ടെന്ന് തീർത്തു. വിജയിച്ചത് ടീം ഡെൻ. അഭിനന്ദനങ്ങൾ.
അങ്ങനെ ഫസ്റ്റ് നമ്മുടെ ഡെൻ ടീമിന് കിട്ടി, സെക്കൻഡ് നെസ്റ്റിന് കിട്ടി, തേർഡ് ടണലിന് കിട്ടി, പീപ്പിൾസിനൊന്നും കിട്ടിയില്ല. അൻസിബ ചേച്ചിക്ക് ടിക്കറ്റ് ടു ഫിനാലെ ജയിച്ചിട്ട് ശ്രീതു അൻസിബേനോട് ചോദിക്കണ്, ചേച്ചിക്ക് ടിക്കറ്റ് ഫിനാലെ കിട്ടി, ഫൈനലിൽ കയറാൻ ഇഷ്ടമല്ലേ? ടിക്കറ്റ് ഫിനാലെ പോകാനല്ല ഇഷ്ടം. ഓ പിന്നെ എങ്ങനെ പോകാൻ ഇഷ്ടം? അല്ലാതെ എല്ലാ നോമിനേഷനും വന്ന് ഫിനാലിൽ പോകാൻ എനിക്കിഷ്ടം. ഓ പിന്നെ പെട്ടിട്ട് എന്നോട് നിർത്തുകയാണെങ്കിൽ ഐ വിൽ ബി നടന്നത് തന്നെ. എല്ലാ പൊക്കിയൊന്ന് പറയുകയാണെങ്കിൽ ഓക്കെ. അത് നല്ല ഡിസിഷൻ അൻസിബ. ബാക്കിയുള്ളവരുടെ പോലെ കടിച്ചു തൂങ്ങി നിക്കണില്ലല്ലോ. യെസ് സജീവമാവേണ്ട, ഭയങ്കര സജീവ. ഓക്കെ, നിങ്ങളിലെ പോരാളി ഉണരട്ടെ. പോരാളി ഉണരട്ടെ എന്ന് ബിഗ് ബോസ് എന്നിവരോട് പറയും, നിങ്ങളുടെ ഉള്ളിലെ പോരാളി ഉണരട്ടെ, നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു മത്സരാർത്ഥി ഉണരട്ടെ. പക്ഷെ ഇവര് കിടന്നുറങ്ങാ. യെസ് ബിഗ് ബോസ് ഉണർന്നിരിക്കുന്നു. കാലത്തൊട്ട് വൈകുന്നേരം വരെ ഒരു ടാസ്കും കൊടുക്കാണ്ട് ഇവരിങ്ങനെ ഫുഡ് കഴിക്കാൻ ഇങ്ങനെ ഇരിക്കുക, വെറുതെ ഇരിക്കുക. അവർക്ക് സുഖം പിടിച്ചു പോയി. ഞാൻ പറഞ്ഞ ഈ സീസണിലെ കണ്ടസ്റ്റൻസ് ഗെയിം കളിച്ചതിനേക്കാളും കൂടുതൽ ഫുഡ് അടിച്ച് വെറുതെ ഇങ്ങനെ ഇരുന്ന് സൊറ പറഞ്ഞുകൊണ്ടിരിക്കലായിരുന്നു കൂടുതൽ. അവസാന ജയിൽ വസത്തിനുള്ളവരെ തിരഞ്ഞെടുക്കാനുള്ള സമയമാണ്. അത് കഴിഞ്ഞ് ജയിൽ നോമിനേഷൻ ആയിരുന്നു. ഇന്നത്തെ എപ്പിസോഡിലെ പ്രധാന അടി നടക്കുന്നത് ഇവിടെയാണ്. ഞാൻ ഫസ്റ്റ് പറയുന്നത് ശ്രീധുവിന്റെ പേരാണ്. സിജോ ആണ് ആദ്യം നോമിനേഷൻ പറയാൻ വന്നത്. സിജോ ശ്രീധുവിനെ അൻസിബയാണ് നോമിനേറ്റ് ചെയ്തു. ഇപ്പൊ ആൾക്കാരുമായിട്ട് അധികം സംസാരിക്കുന്നതും കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്ന് അല്ലേലും ശ്രീധുവിന് അർജുനോട് മിണ്ടാൻ മാത്രമാണല്ലോ സമയമുള്ളൂ. എന്നോട് സംസാരിച്ചപ്പോൾ നോറ പറഞ്ഞു, അതിന് മുമ്പ് എന്റെ അടുത്ത് അപ്പൊ ഓരോരുത്തർ വന്ന് ഓരോരുത്തർ നോമിനേറ്റ് ചെയ്യുന്നു പറയാണ്. അഭിഷേക് ടാസ്ക് ഒക്കെ പ്രധാനമായും നമ്മൾ കേൾക്കുന്ന പേരുകൾ അഭിഷേക്, നോറ, ശ്രീധു, ഇത് മൂന്നുമാണ്. മുന്നോട്ട് പോകുമ്പോഴെങ്കിലും ഉറച്ചൊരു നിലപാടിൽ നിൽക്കാൻ ശ്രമിക്കുക. നിലപാടില്ലാത്ത നോറ. നോറ ഭയങ്കര സൈലന്റ് ആണ്. നോറയുടെ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് എന്താ വായിക്കാൻ പറ്റണേന്നറിയോ? പുല്ല്, എന്റെ എല്ലാ പ്ലാനും ഒരു പൊളിക്കാനുള്ള, എനിക്ക് പുറത്ത് നെഗറ്റീവ് ആയി ഉണ്ടാവോ, ഇനി ഞാൻ ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് തിരിച്ചെടുക്കും. ജയിലിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ 2 ഡയലോഗ് അടിച്ച് കാര്യങ്ങൾ തിരിച്ചു പിടിക്കാം. കാരണം ജയിലിൽ സ്ക്രീൻ സ്പേസ് കൂടുതലാണേ. റെസ്പെക്ട് എന്ന് കാര്യങ്ങൾ സംസാരിക്കുക. റെസ്പെക്ട് തരുന്ന സെക്കൻഡ് ശ്രീതു ചേച്ചി. കാരണം ശ്രീതു കണ്ടാ, ഞാൻ ബ്രേക്കപ്പ് പറഞ്ഞ ശേഷം നിനക്ക് കണ്ടക ശനിയാ, ഞാനായിരുന്നു നിന്റെ ലക്കിച്ച, നീ മിസ് പണിട്ട്. അതുകൊണ്ട് ശ്രീതു, നോറ. ഞാൻ പോയപ്പോ ജയിൽ നോമിനേഷൻ. നോറയ്ക്ക് 8 വോട്ട്, ശ്രീതുവിന് 5 വോട്ട്, എനിക്ക് 5 വോട്ട്. അങ്ങനെ നോറ ജയിലിലേക്ക് ഓൾറെഡി സെലക്ട് ആയി, 8 വോട്ട് കിട്ടി. സെക്കൻഡ് വന്ന അഭിഷേകിനും ശ്രീധുവിനും 5 വോട്ടാണ് കിട്ടിയത്. എന്ത് യോഗ്യതയാണെന്ന് ശ്രീധുവും. അപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, 2 പേരും വന്ന് നിന്ന് നിങ്ങളുടെ കഴിവുകളെ പറ്റിയും നിങ്ങൾ എന്തുകൊണ്ട് ജയിലിൽ പോകണ്ടെന്നും പറയുക. അത് കേട്ടിട്ട് അവരൊരു തീരുമാനം എടുക്കട്ടെ. 1 മിനിറ്റ് നേരം പ്ലാസ്മ ടിവിയുടെ മുന്നിൽ വന്ന് സംസാരിക്കുക. 2 പേരും വന്ന് എന്തൊക്കെ വിളിച്ചു പറഞ്ഞു. എന്തിനാണ് ഇവർ ഇതൊക്കെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആവശ്യമുള്ളടുത്ത് മാത്രമേ ആദ്യം നമുക്ക് അഭിഷേകിന്റെ കാര്യത്തിലേക്ക് ഒന്ന് കിടക്കാം. ഞാൻ പ്രതികരിക്കും, ആവശ്യമില്ലാത്തടത്ത് പ്രതികരിക്കില്ല. എനിക്ക് കംഫർട്ട്. ആവശ്യമുള്ളിടത്ത് പ്രതികരിക്കും, ആവശ്യമില്ലാത്തടത്ത് പ്രതികരിക്കില്ല. എവിടെയാണോ നീ പ്രതികരിച്ചത്? ഞാനൊന്നും കണ്ടിട്ടില്ല നീ പ്രതികരിക്കുന്നത്. എവിടെ പ്രതികരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എപ്പിസോഡ് എടുത്ത് കാണാനായിരുന്നു. ആവശ്യമില്ലാത്തടത്ത് പ്രതികരിക്കില്ല. എനിക്ക് കംഫർട്ട് ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ പ്രതികരിച്ചില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്താണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ എല്ലാവരും എനിക്ക് ഒരുപോലെ അല്ല. കംഫർട്ടബിൾ ആയ ആൾക്കാരോട് മിണ്ടും, അല്ലാത്തവരോടും മിണ്ടില്ല. അത് നിന്റെ ഇഷ്ടം. നീ ആരോട് വേണമെങ്കിൽ മിണ്ടിക്കും, എനിക്കൊരു കുഴപ്പമില്ല. പറഞ്ഞു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഞാൻ ഇടപെടുന്ന വ്യക്തിയല്ല. ഒരു കാര്യത്തിലും കൂടുതൽ ഇടപെടില്ല. മോന് വീട്ടിലിരുന്നാൽ പോലെ നീ ബിഗ് ബോസ് ഹൗസിലേക്ക് എഴുന്നള്ളി വരേണ്ട ആവശ്യമുണ്ടാ? അപ്പം ഇതാണ് എന്റെ കാര്യം. അതിന് ക്യാപ്റ്റൻസി ടാസ്ക് വന്നിട്ട് ഞാൻ വന്നിട്ട് ഇനി നമ്മുടെ ശ്രീത് പറയട്ടെ. ഞാൻ എല്ലാവരുടെ അടുത്തും വന്ന് പറയില്ല എന്റെ പ്ലാന്. അതിന് എനിക്കറിയാം ആ പ്ലാൻ എന്താണ്, ഞാൻ എങ്ങനെ കൊണ്ടുപോകണം ഞാൻ ഡിസൈഡ് ചെയ്യും. ഞാൻ എന്റെ പ്ലാൻ വന്ന് ഓരോരുത്തരോട് പറയില്ലാന്ന്. നിനക്ക് അതിനവിടെ എന്ത് പ്ലാൻ? ആ അർജുന്റെ കൂടെ വർത്താനം പറഞ്ഞിരിക്കണോണ്ട് ശ്രീജുൻ ഫാൻസിന്റെ കുറച്ച് വോട്ട് കിട്ടും. പിന്നെ ലുക്ക് ഉള്ളതുകൊണ്ട് കുറച്ച് കോഴികളുടെ വോട്ടും കിട്ടും. ഞാനൊന്നും വോട്ട് ചെയ്തുള്ളട്ടാ. ശ്രീതു ഇപ്പൊ ഗ്രാഫ് എന്റെ വന്നിട്ട് ഇമ്പ്രൂവ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര ഇംപ്രഷനാ. പല കാര്യങ്ങളാണ്. നമുക്കിവിടെ ഇന്റർനാഷണൽ കാര്യങ്ങളൊന്നും ഈ ബിഗ് ബോസിനകത്ത് വരില്ല. ചോദിച്ചു, എന്റെ പൊന്നഭിഷേക്, ഇത് ബിഗ് ബോസ് വീടാ. ഇവിടെ തൊട്ടതിനും പിടിച്ചതിനും മാത്രമേ വഴക്കുണ്ടാവുള്ളൂ, അല്ലാതെ ഇന്റർനാഷണൽ ചർച്ചകൾ ഇവിടെ ഉണ്ടാവില്ല. അതിൽ അഭിപ്രായം പറയാനല്ല നീ ഇവിടെ വന്നേണേ. നമ്മളോട് ഹെൽത്തി ഡിസ്കഷൻ കഴിഞ്ഞിട്ട് നീ എനിക്ക് കൈ തന്നിട്ട് അഭിഷേക്, ഞാനിവിടെ ഹെൽത്തി ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഹെൽത്തി ഡിസ്കഷൻ ആയിരുന്നു എന്ന് പറഞ്ഞ് കൈ തന്ന ഓർമ്മയുണ്ടോ? അതിനൊന്നുമില്ലേ? നീ വിചാരിക്കുന്ന പോലെ ഞാൻ ഈ കിടന്ന് അലക്കുന്ന വ്യക്തി അല്ല. പൊന്നഭിഷേക്, നീ അലക്കേം വേണ്ട, ഒന്നും വേണ്ട. നിനക്ക് വാഷിംഗ് മെഷീൻ തരാം. നീ ആ ബീൻ ബാഗിൽ നിന്നൊന്നും എണീക്കാൻ പറ്റോ? ഡിസ്കഷൻ ചെയ്യുന്നുണ്ടല്ലോ നന്ദന. എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്കിടയിൽ ഇവിടെ വന്നു. ഇവ പറഞ്ഞ കാര്യങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടാ? കണ്ടിട്ട് ആ എപ്പിസോഡൊന്നും എനിക്ക് പറഞ്ഞു തന്നെ. ഞാൻ കണ്ടിട്ടില്ല. 24 hour ഗെയിമർ അല്ല ഞാൻ. 24/7 ഗെയിമർ എന്ന് നീ ഒരാളെ വിളിച്ചു. ആരെ ഉദ്ദേശിച്ചേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ആരെ ഉദ്ദേശിച്ചായിരിക്കും പറഞ്ഞു. ആരെ ഉദ്ദേശിച്ചെന്ന് പറ, നല്ല അറിയാൻ പറ്റുള്ളൂ. എന്നെ ഉദ്ദേശിച്ചായിരിക്കും, അത്രേ ഉള്ളൂ. സിജോ,
ഈ 24/7 ഗെയിമർ ആണോ? അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും. ഓ എന്താ സന്തോഷം സിജന്റെ കൊച്ചു കള്ളൻ. ഒരു പോയിന്റ് പറയുന്ന വ്യക്തിയാണ് ഞാൻ. ഒപ്പീനിയൻ പറഞ്ഞാൽ സോൾവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പല പല പ്രശ്നങ്ങളിൽ ഒപ്പീനിയൻ പറയാറുണ്ട്. എടാ നീ എപ്പോഴാണ് ഇതൊക്കെ പറഞ്ഞേ? ജിൻഡോ ചേട്ടന്റെ അടുത്ത് പല ഒപ്പീനിയൻസ് നമ്മൾ ആ പുറത്തുനിന്ന് സംസാരിച്ചിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവൻ പറയണത് എന്താന്ന് പോലും എനിക്ക് മനസ്സിലാവുള്ള. അവൻ പറയണത് ബാക്കിയുള്ളവര് ചെറിയ കാര്യത്തിന് അലക്കുന്നു, ഇവൻ അലക്കുന്നില്ല. എന്തെങ്കിലൊക്കെ ആവട്ടെ, അടുത്ത ആൾക്കാർ പറ. ടോക്ക് നടന്നിട്ടുണ്ട്. ഋഷിയോട് സംസാരിച്ചിട്ടുണ്ട്. എന്റെ പൊന്നഭിഷേക്, നീ ഇത്ര നേരം എന്നിട്ട് പറഞ്ഞേ നിനക്ക് ചുമ്മാ കിടന്ന് അലക്കണത് ഇഷ്ടമല്ലാന്ന്. എന്നിട്ട് നീ ഇപ്പൊ എന്തുവാ ചെയ്യുന്നേ? അലക്കല്ലേ? കാരണം നിന്റെ വ്യൂസ് അല്ല എന്റെ വ്യൂസ്, അതുകൊണ്ട് എനിക്ക് അഭിഷേക് അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് അല്ല, അതാ ഞാൻ പറയാം. ജാസ്മിനോട് അപ്സര ഇവനിപ്പോ പറഞ്ഞ് വിഷയങ്ങളുള്ള ഇടപെടലെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ഇത് പൊതുവിഷയല്ലേ? ശരി, ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ജാസ്മിനെ നീ കംപ്ലീറ്റ് ചെയ്യും. നിന്നെ ആരോ തടയാൻ പറ്റും? നീ പറ. നടുക്ക് നിങ്ങൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണെന്നൊന്നും അഭിഷേക് പറഞ്ഞു. അതായത് നീ അപ്സരയും 2 സോഫയിൽ ഇരുന്ന് അടി കൂടിയപ്പോ അങ്ങോട്ട് പോ ഇങ്ങോട്ട് പോന്ന് പറഞ്ഞ് ഇടയ്ക്ക് കയറി നിക്കണമെന്നാണ് നീ പറയണത്. രണ്ട് സോഫയിൽ അഭിഷേക് ചോദിക്കണ്, നിങ്ങൾ 2 സോഫയിൽ ഇരുന്ന് വർത്താനം പറയുന്നത് ഞാൻ നടുക്ക് കയറിയിട്ട് ഇങ്ങനെ അടിക്കണം. അതല്ല പറയുന്നേ. അത് ശരിയാ, അങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം അവര് വഴക്കിട്ടത് എന്തിനാന്ന് പോലും എനിക്കൊന്നും മനസ്സിലായിരുന്നില്ല. ശ്രീതു, എന്നിട്ട് നീ അവനെ നോക്കിക്കണേ, ഞാനില്ലേ ഇവിടെ? ഇങ്ങോട്ട് നോക്കിക്കൂടെ? എന്നെ നോക്കിക്കൂടെ? ബ്രേക്കപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാച്ചപ്പ് ആവാൻ പറ്റില്ലെന്നുണ്ടോ? അല്ലോ ശ്രീതു? പിന്നെ പാച്ചപ്പായി. ശ്രീധുവിനെ എനിക്ക് ജയിൽ നോമിനേഷനിൽ നിന്ന് രക്ഷിക്കണം. കാരണം ഒരു പണിയെടുക്കാതെ വെറുതെ വാഴത്തരം കാണിച്ചു നിൽക്കുന്ന ശ്രീധുവിനെയൊക്കെ ജയിലിലിടാമോ? മോശമല്ലേ? ഇന്നോട്ട് ഒരു സാധനം കാണുന്ന ഋഷി അൻസിബൻ മുട്ട കോമഡി. ഞാൻ കുറെ നാളെ ഒരു കോമഡി സിനിമ കണ്ടിട്ട്. എന്തിനാ നിങ്ങൾ ഇരുന്ന് ചിരിക്കണേ? ഈ ശ്രീധുവിന്റെ എക്സ്പ്രഷൻ അരമണിക്കൂറായിട്ട് വെറുതെ അലച്ചുകൊണ്ടിരിക്കുന്നവരുടെ. എന്റെ പൊന്നഭിഷേക്, അന്ന് അവിടെ അടി ഉണ്ടായ സമയത്ത് നീ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങള് അവിടെ പറഞ്ഞാൽ മതിയായിരുന്നു, പ്രശ്നം സോൾവ് ആയേനെ. അഭിപ്രായം പറഞ്ഞില്ലേ? അല്ല ജാസ്മിനെ, നീ അഭിഷേകിനെ നന്നായിട്ട് കുറ്റം പറയുന്നുണ്ട്. എന്റെ തൊട്ടപ്പുറത്ത് ദൈവത്തിന് ഇരിക്കണണ്ട. അവൻ എന്ത് കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞേനെന്നൊന്ന് പറഞ്ഞുതരൂ. നിന്നെ തള്ളിയിട്ട് പറഞ്ഞായിരുന്നു. അഭിഷേക് ഇവിടെ നിൽക്കാൻ യോഗ്യനെന്ന് അഭിഷേക് പറഞ്ഞു. അപ്സര പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാ പറയണേ? അഭിഷേകിന് ഇവിടെ എല്ലാരും ഒരുപോലെ കാണാൻ പറ്റില്ല. ഇത് തന്നെയല്ല അവനും പറഞ്ഞേ. ഇത് നീ എന്തിനാ റിപ്പീറ്റ് ചെയ്യണേ? ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ താല്പര്യമുള്ളൂ. അതൊരു ക്രെഡിറ്റ് പോലെ അഭിഷേക്. ഒരു മിനിറ്റ് അഭിഷേക്, പിന്നെ അഭിഷേക് പറഞ്ഞു. അഭിഷേക് അയ്യോ 1 2 3 4 ഈ അപ്സര എന്തോരം കാര്യങ്ങൾ പറയണേ. എടി നിർത്തി പറ, ഞാൻ ഓരോന്നും റിപ്ലൈ തരാം. എനിക്കിങ്ങനെ എല്ലാം കൂടി ഓർമ്മിച്ച് വെച്ചിട്ട് ഒരുമിച്ച് റിപ്ലൈ തരാൻ പറ്റില്ല. ഞാൻ 2 റിപ്ലൈ ആദ്യം ചോദിക്കാനാ പറഞ്ഞത്, അഭിപ്രായം പറയാനല്ല. അത് അൻസിബക്ക് ഇഷ്ടമായില്ല. അൻസിബ ഞാൻ പറഞ്ഞോട്ടെ, അൻസിബ അത് കഴിഞ്ഞിട്ട് അതെ ഞാൻ പറയട്ടെ. അപ്സര നീ ചോദ്യം ചോദിക്കി, അല്ലാണ്ട് നിന്റെ അഭിപ്രായം പറയാനല്ലേ ഇവിടെ സ്ഥലം. എന്താണ് അഭിഷേക് ഇവിടെ നിൽക്കാൻ യോഗ്യനെന്ന്? അപ്സര പേടിച്ചിട്ട് അപ്സര വേഗം ചോദ്യത്തിലേക്ക് കടന്നു. ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഓരോ കണ്ടസ്റ്റന്റ് പറഞ്ഞ് പുറത്തെ ജനങ്ങളുടെ റെപ്രസെന്റേറ്റീവ്സ് ആണ്. അതെ, അതില് വാഴകൾ ഉണ്ടാവും, മരവാഴകളും ഉണ്ടാവും. ഇതിൽ വാഴകളാണ് ഇത്തിരി ഫലം തരുന്നത്. എല്ലാരും അവിടെ വരണം എന്ന് പറഞ്ഞിട്ട് അത് മിനിമം. അത് മതി. നന്ദനെ അത് ഒറ്റ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. ഞാൻ കുറച്ചെങ്കിലും സംസാരിക്കാൻ സമ്മതിക്കുന്നു. അതെ, വേറെ എന്ത് വേണം? വലിയ കോട്ടി വേറെ എന്തോ കാര്യം. അഭിഷേക് അതിപ്പോ ജാസ്മിൻ എനിക്ക് എന്നിട്ട് പറയാണ്, നീ കേറി വന്ന ദിവസം നിന്റെ ഒരു ഫയർ കണ്ടതാ. 28ാമത്തെ ദിവസം അഭിഷേകിന്റെ ഒരു ചെറിയ ഫയർ കണ്ടിട്ട് പിന്നെ ഇന്നേ വരെ ഞാനൊരു ഫയർ നിന്റെ കണ്ടിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് നീ ഒന്ന് വായ തുറക്കുന്നത് ഞാൻ കണ്ടത്. ഇപ്പോഴാണ് അഭിഷേക് ഒന്ന് വാ തുറന്ന് എല്ലാവർക്കും സത്യം ജാസ്മിനെ, ഇപ്പോഴാണ് ഇവൻ വായ തുറന്ന് ഇങ്ങനെ ഒച്ചെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. ഈ പൈസയും കൊടുത്ത് കയറ്റി വിട്ടിട്ട് പണിയെടുക്കേണ്ടി വരും. പ്രശ്നങ്ങൾക്ക് നട്ടെന്ന് പറഞ്ഞ സാധനം ഉണ്ട്. പ്രശ്നത്തിന് നട്ടല്ലോ? അതെന്ത് നട്ടലടായി? ചോദിച്ചില്ല കിട്ടത്തില്ല. അപ്സരനെ ഉന്തിട്ടപ്പോ വീണു എന്ന് പറഞ്ഞതിനൊന്നും ചോദിക്കാൻ എന്നെ കിട്ടില്ല. അത് അഭിഷേക് പറഞ്ഞത് പോയിന്റ് ആണ്, അതിൽ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്സര നീ ചോദിച്ചാ ആര് ചോദിച്ചു? ചേടാ ഇത് പറഞ്ഞു തീരാ സമ്മതിക്കുന്നില്ലല്ലോ. കള്ളം പറഞ്ഞ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം കള്ളം പറഞ്ഞ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഏത് ഇതെന്തുവാടെ 8 മണിയുടെ ന്യൂസ് ഡിബേറ്റാ?
അല്ല അതാരാ കള്ളം പറഞ്ഞത്? ഇപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞു ഒന്ന് സമ്മതിക്ക്. ജാസ്മിനും സിജോം എനിക്ക് നിന്ന് വാതോരാതെ പ്രസംഗിക്കണ്ട. അതിന്റെ ഇടയ്ക്ക് ഋഷി എന്തിനാ എനിക്കണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് ചോദ്യമൊന്നുമല്ല. പിന്നെന്താ വേണ്ട ജാസ്മിൻ ഇവനവിടെ കൊണ്ടു നിർത്തിയണതേ പൂട്ട് പൂജിക്കാനല്ല, ചോദ്യം ചോദിക്കാനാ. അവൻ ഗെയിം കളിക്കണം അവന്റെ രീതിയിലാണ്. അത് മറ്റുള്ളവർക്ക് മനസ്സിലാവാത്ത. ഒരു കാര്യം ചോദിച്ചോട്ടെ, സത്യത്തിൽ എന്തിനീ വഴക്ക്? ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും, ഉത്തരം തന്നേ പറ്റൂ. അങ്ങനെ അഭിഷേകിന്റെ സെക്ഷൻ തീർന്നു. അടുത്തത് ശ്രീധുവിന്റെ മേത്തേക്ക് കയറിയിട്ടുണ്ട്. ശ്രീധു പറ. ഇവിടെ നല്ലതിനും ചീത്തതിനും ഇല്ലാതെ നിൽക്കാനായിട്ടല്ല നമ്മൾ വന്നിരിക്കുന്നത്. ഓ പിന്നെന്തിനാ? കാര്യങ്ങൾ അത് ശ്രീധുവിന്റെ ഇടപെടലും കുറവാണ്. ഓക്കെ, ഇടപെടൽ കുറവാണ്. എന്താ കുറയ്ക്കാൻ കാരണം? ആ ഇടപെടലുകൾ അതിന് ഞാൻ പറഞ്ഞു സമയമില്ല, രാത്രി ഇരുന്ന് സംസാരിക്കണം. അല്ലാണ്ട് ലൈക്ക് നീങ്ക പറഞ്ഞ എന്താ പൊതുവാ ആ ഒരു സംഭവം ഒന്നും ഇപ്പൊ ഒന്നും നടക്കുന്നില്ല. അത് പോയിന്റ്. എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഇടപെടാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 10-40 ദിവസമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ വലിയ അടിയൊന്നും ഇല്ല. വന്നിട്ട് പ്രൈവറ്റ് അതാ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾ തീരുമാനിച്ചിട്ട് ആരെ ജയിലിൽ വിടണേന്ന് ഒന്നും കൂടി വോട്ട് ചെയ്യാൻ പറഞ്ഞു. വോട്ട് ചെയ്തത് ശ്രീധു തന്നെയാണ്. അപ്പൊ എനിക്ക് വോട്ട് ഇപ്പോ പെട്ടെന്ന് ഇത് മറിക്കുക. അപ്പൊ ഈ പറഞ്ഞത് വെച്ചിട്ട് തീരുമാനം മാറ്റാനാണ് ബിഗ് ബോസ് അത് പറഞ്ഞത്. പക്ഷെ നമ്മുടെ നന്മമരമായ മത്സരാർത്ഥികൾ, വാക്കിന് വ്യവസ്ഥയുള്ള മത്സരാർത്ഥികളിൽ ആകെ ജാസ്മിൻ മാത്രമാണ് ഗെയിം കളിച്ച് ആ വോട്ട് മാറ്റിയുള്ളൂ. ബാക്കിയെല്ലാവരും ഞാൻ പറഞ്ഞതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു, ഇത് സത്യവും സത്യവും സത്യവും. ഇഷ്ടപ്പെടാത്ത ആൾക്കാരോട് ഞാൻ എന്റെ കാര്യങ്ങൾ പറയാറില്ല. ജാസ്മിനെ വോട്ട് ആർക്കാന്ന് പറഞ്ഞാ പോരെ, എന്തിനാ എന്റെ റീസൺസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യണേ? നമുക്ക് ഇഷ്ടമുള്ളവർ കാണും. ഇപ്പൊ അഭിഷേകിന് കുറച്ചൊരു 3-4 ആൾക്കാർ ഇഷ്ടമുണ്ടെങ്കിൽ അഭിഷേകിന് അത് ജാസ്മിൻ പറയാൻ പാടില്ല. അവന് സ്നേഹമുള്ളവരോട് അവൻ സംസാരിക്കട്ടെ. നീ ആകെ ഗബ്രീനോട് മാത്രമല്ല ഇത്ര നാള് സംസാരിച്ചോണ്ടിരുന്നിരുന്നേ. അല്ല ഞാൻ പറയട്ടോ, ഇത് എന്റെ അവസരമാണ്. ഓ ശരി, ഇവരോട് പറഞ്ഞിട്ടുള്ളതെല്ലാം സത്യങ്ങളാണോ? പേഴ്സണൽ കാര്യങ്ങള് ഞാൻ പറയട്ടോ. ജാസ്മിൻ ഇങ്ങനെ ഓരോ കാര്യം ചോദിച്ച് ഉത്തരം മുട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അഭിഷേകിന് വേറൊന്നും ചോദിക്കാനില്ല. അപ്പൊ അഭിഷേക് ഗബ്രീനോട് പറഞ്ഞതൊക്കെ സത്യമാണോ? ഗബ്രിയോട് പറഞ്ഞ എല്ലാ സത്യങ്ങളാണോ പേഴ്സണൽ കാര്യങ്ങളോ? യോ ജാസ്മിനൊന്നും മനസ്സിലായില്ല കേട്ടോ. അർജുൻ എടി ജാസ്മിൻ നീ മിണ്ടാതിരി. ഇനി നീ ചെയ്യും, നീ മിണ്ടാതിരി. അവിടെ നീ വോട്ട് ചെയ്തില്ലേ? നീ അവിടെ മിണ്ടാതിരി. റീസൺസ് പറഞ്ഞിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ശ്രീധു പറഞ്ഞത് എനിക്ക് കുറച്ചും കൂടെ കൺവിൻസ് ആയിട്ടോ. ഇപ്പൊ ശ്രീധു പറഞ്ഞു പാവം ജാസ്മിൻ എന്ത് പറഞ്ഞാലും അവസാനം ഈ ഗബ്രീനെ എടുത്തിടും. ജാസ്മിന്റെ വായടയും. അങ്ങനെ ജാസ്മിൻ ഒഴിച്ച് വേറെ ആരും വോട്ട് മാറ്റാത്തത് കൊണ്ടും 5-5 സമനില ആയിരുന്നത് കൊണ്ടും 6-4 നമ്മുടെ അഭിഷേക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഫിനാലെ ബോണസ് പോയിന്റിന് വേണ്ടിയുള്ള ടാസ്കുകളിൽ അത് കഴിഞ്ഞ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു നമ്മുടെ ബോണസ് പോയിന്റിന് വേണ്ടിയുള്ള ടാസ്കിൽ 7 പോയിന്റോടെ ഏറ്റവും അവസാനം നിൽക്കുന്നത് പീപ്പിൾസ് ടീം. 7 പോയിന്റുകൾ. 15 പോയിന്റോടെ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ടീം 5 പോയിന്റുകൾ. 16 പോയിന്റോടെ 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ടീം ടണൽ. 16 പോയിന്റുകൾ. 21 പോയിന്റോടെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു ടീം നെസ്റ്റ്. ബഹുദൂരം മുന്നിലായതിനാലും അതായത് ഇനിയൊരു ടാസ്ക് കൊടുത്താൽ, അതായത് 10ാമത്തെ ടാസ്ക് കൊടുത്താലും അതിന് 3 പോയിന്റ് മാക്സിമം കിട്ടുള്ളൂ. ആ 3 പോയിന്റ് അതായത് ഇനിയൊരു ടാസ്ക് കൊടുത്താൽ 10ാമത്തെ ടാസ്ക് കൊടുത്താൽ 3 പോയിന്റ് അതിൽ നിന്ന് മാക്സിമം കിട്ടുള്ളൂ. അപ്പൊ ഇവർക്ക് ഓൾറെഡി 21 പോയിന്റ്, സെക്കൻഡ് വന്നവർക്ക് 16 പോയിന്റ് ആയതുകൊണ്ട് തന്നെ അടുത്ത ടാസ്കിൽ സെക്കൻഡ് വന്നവർ ജയിച്ചാൽ അവർക്ക് 19 പോയിന്റ് ലാഭമുള്ളൂ. അതുകൊണ്ട് ബിഗ് ബോസ് പറഞ്ഞു ഇനി ടാസ്ക് ഇല്ല, നിർത്തിക്കോ. 10ാമത്തെ ടാസ്കിന് ഇനി പ്രസക്തിയില്ല. ഉള്ളത് പറയാലോ, ഈ നന്ദൻ ഒരാളാണ് ഈ ബോണസ് ടാസ്കിന്റെ ഗതി മാറ്റിയ തീരുമാനം എടുത്തത്. എന്തായാലും കൺഗ്രാറ്റുലേഷൻ ടീം നെസ്റ്റ്. ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരിക. ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരിക. അഭിഷേക് ഞങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാനാണോ? എനിക്ക് വയ്യ, ഞാൻ ഫുഡ് കഴിച്ച് മരിക്കും. ടീം നെസ്റ്റ് ബിഗ് ബോസ് എന്ന ഉള്ള ആർക്കാണെങ്കിലും മനസ്സിലാവും 4 പേരിന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിക്കുന്നതെന്ന്. ടിക്കറ്റ് ടു ഫിനാലെ. അപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഇത് ബോണസ് പോയിന്റിന് വേണ്ടിയിട്ടുള്ള ടാസ്ക് ആണ്. നിങ്ങളിൽ ഒരാൾക്ക് ഈ ബോണസ് പോയിന്റ് കിട്ടും. ബസർ അടിക്കുന്നതിനുള്ള നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുക. അടുത്ത ആഴ്ച തൊട്ട് ഇൻഡിവിജ്വൽ മത്സരങ്ങളാണ് വരുന്നത്. ഈ ബോണസ് പോയിന്റ് കിട്ടുന്ന ആൾക്ക് ആ ബോണസ് പോയിന്റോട് കൂടി ടേബിൾ അല്ലെങ്കിൽ പോയിന്റ് ടേബിൾ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. സോ അതൊരു അഡ്വാൻറ്റേജ് ആണെന്ന് പറഞ്ഞിട്ടാണ് ബിഗ് ബോസ് ഈ സംഭവം കൊടുക്കുന്നത്. പ്രാധാന്യമേറിയ ഒരു ബോണസ് പോയിന്റ് ചേർക്കപ്പെടുന്നതാണ്. അതായത് ചുരുക്കി പറഞ്ഞ അടുത്ത ആഴ്ച ടിക്കറ്റ് ഫിനാലയുടെ ടാസ്കുകളാണ്. നിങ്ങൾ ഒരു പടി മുന്നിൽ നിന്നാണ് ആരംഭിക്കുക. അതിലൊരു 10 പോയിന്റ് ബോണസ് പോയിന്റ് കിട്ടുന്ന ആൾക്ക് കൂടുതൽ കിട്ടും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അത് കിട്ടിയെന്ന് വെച്ചിട്ട് ഫൈനലിൽ കയറാനൊന്നും പറ്റില്ല. ഈ ഫിനാലെ ടോപ്പ് 5 എത്തുന്നുള്ള കോൺഫിഡൻസ് നിൽക്കണ്ടോ? എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്.
മത്സരം തുടങ്ങിയപ്പോ തന്നെ അർജുൻ പറഞ്ഞു നിനക്ക് ഈ ബോണസ് ഇല്ലാണ്ട് ഫൈനലിൽ എത്താൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. അല്ല എന്നാ പിന്നെ നിനക്ക് അത് എനിക്ക് തന്നൂറാ. അത് അങ്ങനല്ല. എന്റെ പൊന്നർജുൻ അതെന്ത് മണ്ട ചോദ്യാടാ. ആ ഋഷി മണ്ടനായതുകൊണ്ട് അത് തിരിച്ചു ചോദിച്ചില്ല. തിരിച്ചു ചോദിച്ചാൽ നീ എന്ത് പറയും? ഒരാൾക്ക് വേണ്ടി നമുക്കിത് വിട്ടുകൊടുക്കൽ എന്നുള്ളൊരു സാധനത്തിലോട്ട് വരിക. ജാസ്മിൻ ബി ലൈക്ക് ഇവരെങ്ങനെ പോയാലും എനിക്ക് സാധനം തരാൻ പോണില്ല. അപ്പൊ പിന്നെ ഞാനൊന്ന് നന്മമരം കളിച്ച് വിട്ടു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ അഖിൽമാരാര് മറ്റേ വജ്രക്കല്ല് കണ്ടുപിടിച്ചിട്ട് മറ്റേ പെണ്ണിന് കൊടുത്തതുപോലെ എനിക്ക് സപ്പോർട്ട് കൂടില്ലേ? അതിൽ ബെനിഫിറ്റ് എത്ര പേര് എവിക്റ്റ് ആയി മുമ്പോട്ട് എത്തുന്നു. അപ്പൊ അർജുൻ പറയാണ് എനിക്ക് സാധനം വേണമെന്നുണ്ട്. അപ്പൊ ഇത് എനിക്ക് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള മത്സരങ്ങളിൽ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം, നിങ്ങളായിരിക്കും എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പൊ ജാസ്മിൻ എടാ മണ്ട, അടുത്ത ആഴ്ച ഇൻഡിവിജ്വൽ മത്സരമാണെങ്കിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ട് സപ്പോർട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ പോയിന്റ് കിട്ടുന്ന ആൾക്ക് അത് ഉപകാരം വേണമെങ്കിൽ അയാൾക്ക് ഫസ്റ്റ് അടിക്കണം. ഈ ടിക്കറ്റ് ഫിനാലെ ഇല്ലാതെ നീ ഫിനാലിൽ എത്തുന്ന ഓ ഋഷി ബുദ്ധിപരമായ നീക്കം. കോൺഫിഡൻസ് ഇല്ല. തരൂ എനിക്ക്. പക്ഷെ അർജുൻ നൈസായിട്ട് പൊളിച്ച് കൈ കൊടുത്തു. എനിക്ക് കോൺഫിഡൻസ്, എനിക്ക് പേടിയാ. തരൂ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. നീ എടുത്ത് പിന്നെ ഓസിനെ പണിയെടുത്ത് നിങ്ങൾക്കൊക്കെ ബോണസ് പോയിന്റ് എന്തിനാ അങ്ങോട്ട് തരണം? ഋഷി പറയണു പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്തത് നിങ്ങൾക്കൊക്കെ വെറുതെ തരാനല്ലേ, എനിക്ക് വേണത്. നമ്മളല്ലാതെ ഈ മൂന്നിൽ ഒരാൾക്ക് കൊടുക്കാൻ. ശരി, നീ അഭിഷേക് പറഞ്ഞു നമ്മളല്ലാതെ വേറൊരാളെ പറയണം. അങ്ങനെയാണെങ്കിൽ ആരെ പറയും? ആരെ പറയും? ഋഷിയെ പറയും. അർജുൻ ആരെ പറയണേ? അല്ലെങ്കിൽ എനിക്ക് സെക്കൻഡ് പ്രയോറിറ്റി ജാസ്മിൻ ആയിരിക്കും. ജാസ്മിൻ ആരെ പറയണേ? എന്റെ സെക്കൻഡ് പ്രയോറിറ്റി ഒരു അർജുൻ ആയിരിക്കും. ഋഷി ആരെ പറയണെന്ന് ചോദിച്ചില്ലല്ലോ. ശരി, സ്റ്റെപ്പ് ബാക്ക് ചെയ്യില്ലെന്ന് ഉറപ്പാണോ? അപ്പൊ ഇവര് അങ്ങോട്ടും ഇങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ ജാസ്മിൻ ചോദിച്ചു നിങ്ങൾ ആരും സ്റ്റെപ്പ് ബാക്ക് ചെയ്യില്ലെന്ന് ഉറപ്പാണോ? ഉറപ്പല്ലേ? ഞാൻ സ്റ്റെപ്പ് ബാക്ക് ചെയ്യാം. അപ്പൊ എല്ലാവരും ഞങ്ങൾ മാറില്ല എന്നാ എനിക്ക് വേണ്ട, ഞാനിത് ഇന്ന് മാറി. നിന്റെ ഇഷ്ടം. ജാസ്മിൻ മാറിയപ്പോ നമ്മുടെ അർജുൻ എനിക്കിപ്പോ നിങ്ങൾ ആരും വോട്ട് ചെയ്യാൻ നിനക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്നാ ഋഷിക്ക് കൊടുക്കാണ്. ഋഷി എനിക്കൊന്നും വേണ്ട. എന്താ കാര്യം? പെട്ടെന്ന് ഇവളില്ലാത്തോണ്ട് എനിക്ക് അർജുൻ ബി ലൈക്ക് എനിക്ക് നിനക്ക് തരാൻ തോന്നി. അതെന്താ കാര്യം? ഇവളില്ലേൽ പിന്നെ നീയാണ്. ഞാൻ സന്തോഷത്തോടെയാണോ നിനക്ക് തരുന്നത്. നമുക്ക് സന്തോഷം. ജാസ്മിൻ എനിക്കും ഭയങ്കര സന്തോഷമാണ്, സന്തോഷത്തോടെ തന്നെ തരണേ. ബിഗ് ബോസ് ഋഷി കാരണം ഇത്രയും കഷ്ടപ്പെട്ടു. അങ്ങനെ അവസാനം ഋഷിക്ക് കിട്ടി. ഋഷിക്ക് അത്ര നേരം ഈ സാധനം വേണമായിരുന്നു. അവര് കൊടുക്കാന്ന് പറഞ്ഞപ്പോ അയ്യോ അത് മോശമായ അങ്ങനെയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടുകാരെന്നെ പറ്റി എന്ത് വിചാരിക്കും? വാങ്ങണ്ടായിരുന്നു. ഹസ്ബൻഡ് എന്തായാലും ഞാൻ കൊടുക്കൂല, നീ കൊടുക്കൂല, ഇവനും കൊടുക്കൂല. അതെ, ജാസ്മിന് ബുദ്ധിയുണ്ട്. ജാസ്മിന് ആരും കൊടുക്കില്ല എന്ന് ജാസ്മിന് ഉറപ്പായത് കൊണ്ട് തന്നെ ജാസ്മിൻ വിട്ടുകൊടുത്തു. ആർക്കും കിട്ടാതായി പോയില്ലല്ലോ. അങ്ങനെ പോയിരുന്നെങ്കിൽ വിഷമമായി. ശ്രീതു രണ്ടിനും വിഷമില്ലാന്ന് എനിക്ക് കണ്ടറിയാം. അതില്ലാതെ എനിക്ക് കേറാൻ പറ്റുന്ന കോൺഫിഡൻസ് എനിക്കുള്ളിൽ. അർജുൻ എനിക്ക് ബോണസ് പോയിന്റ് ഇല്ലെങ്കിലും ഞാൻ ഗെയിം കളിച്ച് ടിക്കറ്റ് ഫിനാലെ സ്വന്തമാക്കും. ഇതൊന്നും നമുക്ക് വലിയ പുത്തരിയല്ല. അങ്ങനെയല്ലല്ലോ നീ നേരത്തെ പറഞ്ഞേ. എനിക്ക് കോൺഫിഡൻസ്, എനിക്ക് പേടിയാ. തരൂ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. നീ എടുത്ത്. ജാസ്മിന്റെ പ്രഡിക്ഷൻ ഈ വീക്കില് അഭിഷേക് പോകുന്നതാണ്. ഈ വീക്ക് പോകുന്നുള്ളത് എന്റെ മൈൻഡിൽ കിടക്കുന്നുണ്ടായിരിക്കും. അതെന്താന്ന് അറിയാ പ്രഡിക്ഷൻ കിട്ടാൻ കാരണം? അഭിഷേകിന്റെ പെങ്ങള് ജാസ്മിനോട് വന്നിട്ട് പറഞ്ഞു നീ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഈ വീക്ക് പെട്ടിയെടുത്ത് വീട്ടിലിരിക്കുകയാണ്. അത് വെച്ചിട്ടാണ് ജാസ്മിന്റെ അനുമാനം. ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇടേണ്ടത് എന്റെ ഉത്തരവാദിത്വമായി മാറിയിരിക്കുകയാണ്. അത് ഞാനിടും. അഭിഷേക് പോകുന്നുള്ള മൈൻഡ് എനിക്കുണ്ട്. എന്റെ ഋഷി അഭിഷേക് പോകുന്ന വാഴയുടെ പോലെ. എന്റെ പൊന്നോ, അവന് നല്ല വോട്ടുണ്ട്. ഒരിക്കലും ഫീൽ ചെയ്യില്ല. അവൻ സന്തോഷത്തോടെ ചെയ്ത ദൂരത്തിരുന്ന് കറിയണ്. എന്റെ പൊന്നു ഋഷി, നീ അവന്റെ പേര് പറഞ്ഞൊന്നും പറഞ്ഞു കണ്ണടയുടെ ഉള്ളിക്കോടെ ഇങ്ങനെയൊക്കെ കൈയിട്ട് തുടക്കണത് കാണുമ്പോഴാണ് ചിരി. പിന്നെ പേര് പറയണ്ടേ? അപ്പോഴേക്കും ജിൻഡോ എന്തോ വാട്ട് ഹാപ്പൻഡ് ഏട്ടനോട് പറയട മോനെ. സ്പോൺസർ ടാസ്ക് സ്ത്രീകൾക്കും അത് കഴിഞ്ഞൊരു സ്പോൺസർ ടാസ്ക് ആയിരുന്നു. പ്രധാന കാരണങ്ങൾ യഥാർത്ഥത്തിൽ വ്യത്യസ്തമാണ്. അമൃതവേണി ഹെയർ എലിക്സർ ഇതിനു മുമ്പ് സെയിം ഒരു ടാസ്ക് തന്നെ ചെയ്തിട്ടുണ്ട് ക്യുസിന്റെ രൂപത്തിൽ. ഇത് വേറൊരു രീതി. ബയോടെക്നോളജി ഉപയോഗിച്ച് 3.5 വർഷത്തെ ഗവേഷണം കൊണ്ട് 3.5 വർഷം റിസർച്ച് ചെയ്ത് ഉണ്ടാക്കി എന്നൊക്കെ വെറുതെ അങ്ങോട്ട് തള്ള. എന്ത് ബയോടെക്നോളജി എന്നെങ്കിലും നിങ്ങൾക്ക് അറിയോടെ? ഡിസൈൻ ചെയ്തതാണ്. അമൃതവേണി ഹെയർ എലിക്സർ സ്ത്രീ വായിക്കുന്ന ആൾ പറയും ഇത് വാങ്ങിച്ചു തേച്ചു കഴിഞ്ഞാണ്ടല്ലോ മുടി വളരും. അടിയിൽ എഴുതി കാണിക്കുന്ന ഡിസ്ക്ലൈമർ ഇറ്റ് വാരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഇത് ഹോർമോൺ ഇഷ്യൂസിനെ അസോസിയേറ്റ് ചെയ്തതല്ല, എല്ലാവർക്കും ഒരേപോലെ വർക്ക് ആവില്ല. ഇത് ഇന്നതാണ് എന്തുവാണ്. ഇതാണ് ടാസ്ക് വേറൊന്നുമല്ല. ഇങ്ങനെ ഒരു റിംഗ് ഉണ്ട്, അതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഞൊഴഞ്ഞു പോയിട്ട് അപ്പുറത്തിരിക്കുന്ന പെട്ടി തുറന്ന് അതിലെ ക്യൂ കാർഡ് എടുത്ത് അവിടെ നിൽക്കുന്ന വ്യക്തിക്ക് കൊടുക്കുക.
അയാൾ അതിന്റെ ഉള്ളിലെ ഈ ഹയർ എലിക്സറിന്റെ കുറെ കാര്യം വായിക്കും. അതിന്റെ ബാക്കിലുള്ള അത് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ നിന്ന് പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റ് ബോർഡിൽ എഴുതും. സത്യത്തിൽ ബിഗ് ബോസ് എന്തിനാ ഇങ്ങനത്തെ ഒരു ടാസ്ക് കൊടുത്തേന്നറിയോ? എല്ലാം വെറുതെ കുത്തിയിരുന്ന് ചൊറിയും കുത്തിയിരുന്നു. ഒരു പണിയില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കുക. ഇരങ്ങളുടെ മേലൊക്കെ ഒന്ന് അനങ്ങട്ടെ. അത് സ്പോൺസർ ടാസ്കിൽ കൂടെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നല്ലതാ. 35 പോയിന്റ് ടീം ബി. ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 76 റിയാക്ഷൻ ഇവിടെ തീരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് 77 റിയാക്ഷനുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ